രാവിലെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടി എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ കാത്ത് നിൽക്കുവാണേ. ഈ കാണുന്ന മദ്രാസ് ട്രിവാൻഡ്രം സൂപ്പർഫാസ്റ്റ് മെയിലിലാണ് ഞാൻ പോകുന്നത്. രാവിലെയുള്ള ട്രെയിൻ യാത്രയും പുറത്തെ ഇളം വെയിലിൽ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും ഒരു സുഖമുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവരും ഞാനും ഒക്കെ എന്തിനാ പുറത്ത് കാത്തിരിക്കുന്നതെന്നറിയാവോ? ഈ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ്. ഇവിടെ ഉച്ചഭക്ഷണത്തിന് സീറ്റ് കിട്ടണേ കുറച്ച് നേരം കാത്തിരുന്നേ പറ്റൂ. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും കിട്ടി കേട്ടോ 2 സീറ്റ്. തിരക്ക് കാണുമ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ അത്രമാത്രം വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ബീഫും പൊറോട്ടയും ഒരു പ്രത്യേകതര സുലൈമാനിയും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത. വിറകടുപ്പിൽ ഒരുപാട് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബീഫ് കറിയും ബീഫ് ഫ്രൈയുമാണ് ഇവിടുത്തെ പ്രത്യേകത. അതിനൊപ്പം കഴിക്കാനായിട്ട് 8 രൂപ കൊടുത്താൽ പൊറോട്ടയും അപ്പവും കിട്ടും. പപ്പടം വേണമെങ്കിൽ ഒരു പപ്പടത്തിന് 5 രൂപ വേറെ കൊടുക്കണം. പൊറോട്ടയ്ക്ക് 8 രൂപയുള്ളൂ കേട്ടോ. എങ്കിലും ഇവിടുത്തെ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആണേ. പൊറോട്ടയ്ക്ക് വേണമെങ്കിൽ ഗ്രേവി ഫ്രീ ആയിട്ട് കിട്ടുമേ. വിറകടുപ്പിലെ ഒരുപാട് സമയമെടുത്തിട്ടാട്ടോ ഇവർ ഈ ബീഫിൻ്റെ ഫ്രൈയും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടുത്തെ കട്ടൻ ചായയ്ക്ക് കൊണ്ട് കേട്ടോ ഒരു പ്രത്യേക രുചി. അതിനകത്ത് പുതിനയും വേറെ എന്തൊക്കെയോ ചേർത്ത് നല്ല രുചിയുള്ളൊരു സുലൈമാനിയാണ് ഇവർ തരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തിരുവനന്തപുരം സിറ്റിയിൽ തുടങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ ഉള്ള ഈ കാണുന്നത് ഇവരുടെ പുതിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഗുഡ് മോർണിംഗ് എന്ന പേരിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ രാവിലെ തൊട്ടേ തിരക്കായിരുന്നു. ആകെ 10-12 പേർക്ക് അവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ രാവിലെ തൊട്ടേ ഈ ബീഫ് ഇങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതെപ്പോൾ തീരുന്നോ അവർ ക്ലോസ് ചെയ്യും. വീണ്ടും തയ്യാറായി കഴിയുമ്പോൾ വീണ്ടും തുറക്കും. അങ്ങനെ ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം അവർ ക്ലോസ് ചെയ്യുകയും തുറക്കുകയും ചെയ്യുമായിരുന്നേ. തിരുവനന്തപുരത്ത് കരമനപ്പാലത്തിനടുത്താണ് ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. തിരിച്ചു പോകും വഴിയാട്ടോ മഹേഷ് ഷെയ്ക്കുകൾ കിട്ടുന്ന ഒരു കടയെപ്പറ്റി പറഞ്ഞത് കേട്ടോ. അട്ടക്കുളങ്ങരയിലെ ബുഹാരി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബുഹാരി കരിക്ക് ഷേക്കുകളൊക്കെ കിട്ടുന്ന ഈ കടയുള്ളത്. കുറച്ച് നേരം അവിടുത്തെ ചേട്ടൻ കരിക്കിൻ ഷേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കി നിന്നേ. വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും ഇരുന്ന് കുടിക്കാൻ സീറ്റ് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. 50 രൂപയേ ഉള്ളൂ കേട്ടോ കരിക്കൊണ്ടുണ്ടാക്കിയ ഷേക്കിന്. കരിക്കൻ ഷേക്ക് ഉണ്ടാക്കുന്ന ഈ ചേട്ടൻ നിർത്താതെ ഷേക്ക് അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. കരിക്കൻ ഷേക്ക് മാത്രമല്ല പലതരത്തിലുള്ള ഷേക്കുകളും അവിടുന്ന് കിട്ടും കേട്ടോ. അവിടെയും ഷേക്ക് കിട്ടണേ കുറച്ച് നേരം കാത്തിരിക്കണം കേട്ടോ. ഒരുപാട് പേര് ഷേക്കിനായിട്ട് കാത്തിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നപ്പം ഞങ്ങൾക്കും കിട്ടി 2 കരിക്കൻ ഷേക്ക്. മിതമായ നിരക്കും അവിടുത്തെ ഷേക്കിൻ്റെ രുചിയുമാണെന്ന് തോന്നുന്നു അവിടെയും ഈ ഷേക്കിന് ഇത്രമാത്രം തിരക്ക് കൂടാൻ കാരണം. ഷേക്ക് കുടിച്ചു തീർക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. കാരണം എന്താണെന്നറിയോ, കുറച്ച് സ്പീഡിൽ കഴിച്ച് നോക്കിയപ്പോഴേ ഷേക്ക് ഇങ്ങനെ കയറിപ്പോയി തലയുടെ ഞരമ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ചെറിയൊരു വേദനയൊക്കെ തോന്നും. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് സാവധാനമാണ് കേട്ടോ. തിരുവനന്തപുരത്ത് വരുമ്പോഴേ അട്ടക്കുളങ്ങരയിലെ ബുഹാരി ഷേക്ക് കട നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. വേനൽക്കാലമാണെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നല്ല ചൂടുമാണ്. വൈകുന്നേരം ആയപ്പം പ്രതീക്ഷിച്ചതുപോലെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയേ. ഈ മഴ കാണുമ്പോൾ നല്ലൊരു ചൂടൻ ചായ കുടിക്കാൻ തോന്നുന്നില്ലേ? തൊട്ടടുത്ത ചായക്കടയിലേക്ക് ഞങ്ങൾ ചെന്നേ. നല്ല ചൂടുള്ള ചായയും ചൂടൻ പഴംപൊരിയും തേടിയാണ് ഞങ്ങൾ പോയത്.
മഴ നനഞ്ഞു വരുന്ന ആളുകളെയും കാത്ത് എണ്ണക്കടികളാണ് ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഏതെടുക്കണമെന്ന് ചെറിയൊരു ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ കഴിച്ച് ശീലിച്ച പഴംപൊരി തന്നെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത്. ഇവിടെയൊക്കെ പഴംപൊരിക്ക് പഴംപൊരി എന്ന് തന്നെയാണ് കേട്ടോ പറയുക. പക്ഷേ ചിലയിടങ്ങളിൽ കണ്ടല്ലോ പോളി എന്നും ഏത്തക്കാപ്പം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ അന്നത്തെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ഇത്തരം കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള യാത്രയിലെ മറ്റൊരു രുചിയെടുത്ത് വീണ്ടും കാണാം കേട്ടോ. നന്ദി.